ഉച്ചമയക്കം കഴിഞ്ഞ് നീറ്റ് വന്ന് നോക്കുമ്പോൾ പെരുമഴ കേട്ടോ, ഇടി മഴയായിട്ട് ഗംഭീര വരവായിരുന്നു. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ചായക്ക് ഉണ്ടാക്കാൻ വേണ്ടി തോന്നി കേട്ടോ. അടുക്കളയിൽ കയറിയൊക്കെ ഇപ്പോൾ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടില്ല, വേഗം തന്നെ അരിമണി വറക്കാൻ വേണ്ടിയിട്ട് നിന്നു. ഇതങ്ങനെ ഒട്ടുമിക്ക ആർക്കും അറിയില്ല എന്നുള്ളത് ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ ഷോർട്സ് ഇട്ടപ്പോഴാണ് കേട്ടോ എനിക്ക് മനസ്സിലായത്. അറിയുന്ന ആൾക്കാരും ഉണ്ട്, അറിയാത്ത കുറച്ച് ആൾക്കാരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ അരിമണി ഇങ്ങനെ വറുത്തെടുത്തിട്ടുണ്ട്. അരിമണി ചായ അല്ല നമ്മളിന്ന് ഉണ്ടാക്കുന്നത്, വേറൊരു ഐറ്റം. നാളികേരം ചിരകി വെച്ചിട്ടുണ്ട്, വലിയൊരു ശർക്കര ചൂണ്ട് കേട്ടോ. ഇതെല്ലാം കൂടെ ആക്കി റെഡിയാക്കി വെച്ചു. അരിമണി വറുത്തതിൻ്റെ ചൂടാറിയതിൻ്റെ ശേഷം നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് നല്ലോണം ഫൈനായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ. ഇത് പൊടിച്ച് മാറ്റിയിട്ട് അടുത്ത സ്റ്റെപ്പ് നമുക്ക് ഇനിയും പൊടിക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഇത് ചെറുതിലല്ലേ ഞങ്ങൾ സ്കൂളിൽ വരുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ മെയിൻ ആയിട്ടായിരുന്നു കേട്ടോ. ഇത് കൊതിയോടുകൂടെ ഞങ്ങളിങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നായിരുന്ന ഒരു സംഭവം. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇത് ഇഷ്ടമാവുമെന്നൊന്നും അറിയില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ പഴയുള്ള കാര്യങ്ങളൊന്നും ഇപ്പോഴത്തെ കുട്ടികൾക്ക് വല്ലാണ്ട് തയ്ക്കില്ലല്ലോ. അവർക്ക് KFC പറഞ്ഞ പോലെ മന്തി, അത് ഇത് അങ്ങനത്തെ ഐറ്റംസ് അല്ലേ പറ്റുള്ളൂ. ഞങ്ങളുടെ ചെറുതിലൊക്കെ തന്നെ കിട്ടിയ വലിയ ഭാഗ്യമായിരുന്നു കേട്ടോ. ഫസ്റ്റ് ട്രിപ്പ് അരി വറുത്തത് ഇതാ പൊടിച്ച് മാറ്റിയതിൻ്റെ ശേഷം പിന്നെ അടുത്ത അരി വറുത്തത് പൊടിച്ചിട്ട് പിന്നെ അതിനകത്തേക്ക് നാളികേരം ശർക്കരയും കൂടെ ഇട്ടിട്ട് നല്ലോണം ഒന്നിങ്ങനെ പൊടിച്ചെടുക്കണം കേട്ടോ. അത് അതിനകത്ത് അരി പൊടിച്ചതിൻ്റെ ശേഷമാണ് ഇതൊക്കെ ഇട്ടിട്ട് ഒന്നും കൂടെ മിക്സിയിൽ നിന്ന് മിക്സ് ആക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ, പൊടിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ എല്ലാം കൂടെ പൊടിയാണ്ട് വരും, അരി പൊടിയാണ്ട് വരും. അതുകൊണ്ട് അരി വറുത്തത് ആദ്യം പൊടിക്കുക, പിന്നെ ഈ സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് മിക്സിയിൽ തന്നെ ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ഉണ്ട ആക്കിയിട്ട് മാറ്റി വയ്ക്കുക. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. കട്ടൻ ചായ ഇതുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട മക്കളെ. അങ്ങനെ ഞാനിതാ അടിപൊളിയായിട്ടൊരു കട്ടൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടിയിരുന്നിട്ട് മഴയത്തിരുന്ന് കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്തസ്സാണ് മക്കളെ, അന്തസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ടാറ്റാ ബൈ, സീ യു.